SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ അന്നേരം തൊട്ട് പ്ലസ് വൺ അഡ്മിഷനായിട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, നമ്മൾക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര A+ വേണം, അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ സയൻസ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര A+ വേണം, പ്ലസ് വണ്ണിൽ എത്ര A+ ഉണ്ടെങ്കിൽ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ ഈവൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര A+ വേണം. ഇത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു സംശയമാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഇത്ര A+ ഉണ്ടെങ്കിൽ സയൻസിന് കിട്ടും, അല്ലെങ്കിൽ ഇത്ര A+ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലസ് വൺ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് മെയ് 14-ാം തീയതിയാണ്. ആപ്ലിക്കേഷൻ തീർക്കേണ്ട തീയതി 20-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എത്ര വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യുന്നത്, അവരുടെയൊക്കെ മാർക്ക് എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ ഏതാണ്, ആ സ്കൂളിൽ എത്ര പേർക്കാണ് അപ്ലൈ ചെയ്യാറുള്ളത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ റിലേറ്റ് ചെയ്തിരിക്കും. ഇനി A+കൾ മാത്രമല്ല നിങ്ങളുടെ അഡ്മിഷൻ്റെ കണക്കെടുക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ബോണസ് പോയിൻറ്റുകളുണ്ട്. പട്ടാളക്കാരുടെ, ജവാന്മാരുടെ മക്കൾക്ക് പ്രത്യേകം ബോണസ് പോയിൻ്റ് ഉണ്ട്. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കെടുത്തവർക്ക് വേറെ തരത്തിലുള്ള ബോണസ് പോയിൻറ്റുകളുണ്ട്. സ്പോർട്സിന് ബോണസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ടൈ ബ്രേക്കർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ റിലേറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പ്ലസ് വണ്ണിൽ എത്ര A+ ഉണ്ടെങ്കിൽ ആണ് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള വാലിഡിറ്റി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോയിൽ തീരുന്ന കാര്യമല്ല. ഞാനിതൊരു ആദ്യം തന്നെ ഈ ഒരു സംശയം മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലസ് വണ്ണിലെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബോണസ് പോയിൻറ്റും അധിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബാക്കി വീഡിയോസിൽ കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള വഴികൾ, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കുറേ കുറുക്ക് വഴികളുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ, ആ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷം എത്ര പേർക്കാണ് അഡ്മിഷൻ കിട്ടിയത്, ഏത് മാർക്ക് വരെ ഉള്ളവർക്കാണ് കഴിഞ്ഞ വർഷം ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് വൺ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.